ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രേക്ഷകരെ ആവേശഭരിതരാക്കുന്ന ചില മാസ്മരിക രംഗങ്ങൾ അടങ്ങുന്ന 5 സിനിമകളെയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുവാൻ പോകുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്ന മാസ്മരിക രംഗങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് ഇതിനോടകം തന്നെ മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതെ, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് തന്നെയാണ് ഞാനും ഉദ്ദേശിക്കുന്നത്. 5 മിനിറ്റിനുള്ളിൽ ഇത്തരം സിനിമകളെ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം. നിങ്ങൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത ചില രംഗങ്ങൾ സമ്മാനിക്കുന്ന നല്ല അടിപൊളി ചിത്രങ്ങളായിരിക്കും ഇത്. ഇത്തരം സിനിമകളെ ഞാൻ ദിവസവും പരിചയപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ സിനിമകളെ ഇനിയും പരിചയപ്പെടുത്തുവാനായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇത് ലൈക്ക് ചെയ്തുകൊണ്ട് കാണുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ സിനിമകളെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് പ്രചോദനമാകുന്നത്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇത് അവസാനം വരെ കാണുക. അവസാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ജാക്ക് പോട്ട് തന്നെ വെച്ചിട്ടുണ്ട്. ആ ജാക്ക് പോട്ട് എന്താണെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണൂ. നിങ്ങളെ ആദ്യമായി പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ഒരു അടിപൊളി US ചിത്രത്തിനെയാണ്. 2006 പുറത്തിറങ്ങിയ കിസ് മീ അഗെയിൻ എന്ന ചിത്രമാണത്. കാത്രീൻ മിന്നിക് കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ഈ ചിത്രത്തിലും നിരവധി കിടുരംഗങ്ങളുണ്ട്. കാത്രീൻ മിന്നിക്കിനെ ഇതിനോടകം തന്നെ മിക്കവർക്കും അറിയാമായിരിക്കും. വൈക്കിങ്സ് എന്ന ചിത്രത്തിലൂടെ വളരെയധികം പ്രേക്ഷക ശ്രദ്ധ ആർജിച്ച നടിയാണവൾ. ആ ചിത്രം മാത്രമല്ല, ഫ്ലാഗ് ഡേ, ബിഗ് സ്കൈ, വൂ അസാസിൻസ്, പോളാർ, സ്ട്രിപ്പ്, എ ഗ്ലിംസ് ഇൻസൈഡ് ദ മൈൻഡ് ഓഫ് ചാൾസ് വാൻ, ചൂസ്, ലവ് ആൻഡ് അതർ ഡ്രഗ്സ്, ക്ലൗഡ് 9, ട്രംപ് അൺഓതറൈസ്, സാത്താൻസ് ലിറ്റിൽ ഹെൽപ്പർ, ദ IT ഫാക്ട്, സ്റ്റുഡൻറ്റ് ബോഡീസ്, ബോൺസ് എന്നീ നിരവധി ചിത്രങ്ങളിലും അവൾ അഭിനയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കാണുന്ന പ്രേക്ഷകർ ആ ചിത്രങ്ങളും കൂടെ കാണുവാൻ ശ്രമിക്കുക. നല്ല അടിപൊളി രംഗങ്ങൾ ആ ചിത്രത്തിലും അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കെന്നാൽ കിസ് മീ അഗെയിൻ എന്ന ആ ചിത്രത്തിനെ ചെറുതായിട്ടൊന്ന് പരിചയപ്പെടാം. ഇതൊരു R-rated ചിത്രമാണ്. അപ്പോൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ ഈ ചിത്രത്തിൻ്റെ കിടപ്പ്. ജൂലിയൻ, ചാർലൈസ് എന്നീ 2 ദമ്പതിമാരുടെ കഥ പറയുന്ന ചിത്രമാണിത്. ജൂലിയൻ ഒരു കോളേജ് അധ്യാപകനായിരുന്നു. ചാർലീസ് ഒരു കൗൺസിലറും. ഇതിൽ ചാർലീസിൻ്റെ കഥാപാത്രത്തിനെയാണ് കാത്രീൻ മിന്നിക് അവതരിപ്പിക്കുന്നത്. 3 വർഷമായി വിവാഹിതരായ അവരുടെ ജീവിതം വളരെയധികം സന്തോഷപൂർവ്വമാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഇടയിലേക്ക് മൂന്നാമതായി ഒരാൾ കടന്നു വരുന്നു. ചാർലീസിൻ്റെ ഒരു പഴയ കൂട്ടുകാരിയായ മല്ലിക ആയിരുന്നു അത്. മല്ലിക ഒരു ദ്വിലിംഗിയായിരുന്നു. ദ്വിലിംഗിയുടെ അർത്ഥം മനസ്സിലാകാത്തവർ അത് ഊഹിച്ചെടുക്കൂ. ദ്വി എന്ന് വെച്ചാൽ 2, ലിംഗി ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾക്ക് ഊഹിച്ച് തന്നെ എടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഒരാൾ അവരുടെ ജീവിതത്തിലോട്ട് കടന്നു വരികയും പിന്നീട് അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന ചില സംഭവവികാസങ്ങളാണ് ഈ ചിത്രത്തിൻ്റെ ഇതിവൃത്തം. എലീസ ഡൊണോവനാണ് ഈ മല്ലിക എന്ന കഥാപാത്രത്തിനെ അവതരിപ്പിക്കുന്നത്. നിരവധി ആവേശകരമായ രംഗങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു ചിത്രമാണിത്. അതുകൊണ്ട് തന്നെ ഇത് കാണുന്ന പ്രേക്ഷകർ ഒരിക്കലും ഈ ചിത്രം മിസ് ചെയ്യാതെ തന്നെ കാണൂ. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ സിനിമകൾ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് പ്രചോദനമാകുന്നത്. നിങ്ങളെ രണ്ടാമതായി പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ഒരു അടിപൊളി ചൈനീസ് ചിത്രത്തിനെയാണ്. 2002 പുറത്തിറങ്ങിയ ദ പീപ്പിംഗ് എന്ന ചിത്രമാണത്. തെരേസ മാക്ക് കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ഈ ചിത്രത്തിൽ നിരവധി കിടു രംഗങ്ങളുണ്ട്. തെരേസ മാക്കിൻ്റെ മാത്രമല്ല, ഗ്രേസ് ലാം, ജെന്നി യാം എന്നിവരുടെയും നിരവധി കിടുരംഗങ്ങൾ ഈ ചിത്രത്തിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്വായ് ഫങ് മിങ് എന്നു പേരുള്ള ഒരു രാഷ്ട്രീയക്കാരിയുടെ കഥാപാത്രത്തിനെയാണ് തെരേസ മാക്ക് അവതരിപ്പിക്കുന്നത്. അവളുടെ ചില രഹസ്യ ദൃശ്യങ്ങൾ പകർത്തുവാൻ വേണ്ടി കാൽവിൻ എന്നു പേരുള്ള ഒരു ഡിറ്റക്റ്റീവിനെ ഏർപ്പെടുത്തുന്നു.
രഹസ്യ ദൃശ്യങ്ങൾ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അതെ, അത്തരം ഒളി സീനുകൾ ചിത്രീകരിക്കാൻ വേണ്ടിയാണ് ആ ഡിറ്റക്റ്റീവിനെ ഏർപ്പെടുത്തിയത്. പക്ഷേ ആ സുന്ദരിയായ തെരേസയുടെ ദൃശ്യങ്ങൾ കണ്ട് അവന് അവളോട് പ്രണയം തോന്നുന്നു. അങ്ങനെ അവർ രണ്ടുപേരും പരസ്പരം ഒന്നിക്കുന്നു. അങ്ങനെ കാൽവിൻ ആ കൊട്ടേഷൻ കൊടുത്ത ആൾക്കെതിരെ തിരിയുന്നു. ആ കൊട്ടേഷൻ കൊടുത്ത ആൾക്ക് മറുപണി അതേ രീതിയിൽ തന്നെ കൊടുക്കുവാൻ വേണ്ടി അവൻ തീരുമാനിക്കുന്നു. അങ്ങനെ പ്രേക്ഷകരെ ആവേശഭരിതരാക്കുന്ന നിരവധി രംഗങ്ങൾ ഉൾപ്പെടുത്തിയാണ് അവർ ഈ ചിത്രം എടുത്തിരിക്കുന്നത്. ഒരു മിസ്റ്ററി ത്രില്ലർ കാറ്റഗറിയിൽ പെടുന്ന ഒരു ചിത്രമാണിത്. പക്ഷേ ഇതിൽ അടങ്ങിയിരിക്കുന്ന രംഗങ്ങൾ പ്രേക്ഷകരെ നല്ല രീതിയിൽ ത്രസിപ്പിക്കുന്ന രീതിയിലുള്ളതാണ്. അതുകൊണ്ട് ഒളി സീനുകൾ ഇഷ്ടപ്പെടുന്നവർ ഈ ചിത്രം ഒരിക്കലും മിസ് ചെയ്യാതെ തന്നെ കാണുവാൻ ശ്രമിക്കൂ. ഈ ചിത്രം മിക്കവരുടെയും ഫേവറേറ്റ് ലിസ്റ്റിലോട്ട് പോകുമെന്ന് തീർച്ചയായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത്തരം കിടുപ്പടങ്ങളെപ്പറ്റി കൂടുതൽ ദൃശ്യാത്മകമായ വർണ്ണനകളും ഏതൊക്കെ സീനുകളാണ് മിസ് ചെയ്യാതെ കാണേണ്ടതെന്നും കൂടുതൽ വിശദീകരിച്ച് ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ സിനിമകളെ പരിചയപ്പെടുവാനും നടിമാർ എന്തൊക്കെ മാസ്മരിക പ്രകടനങ്ങളാണ് ചിത്രത്തിൽ കാഴ്ചവെച്ചതെന്നും നന്നായി വിശദീകരിച്ച് അറിയാൻ വേണ്ടി ഞങ്ങളുടെ ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യൂ. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. പ്രേക്ഷകർ ഒരിക്കലും വിസ്മരിക്കാത്ത ദൃശ്യവിരുന്ന് ആ ചാനലിലൂടെ ലഭിക്കുമെന്ന് തീർച്ച. അതുകൊണ്ട് മറക്കാതെ ആ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളെ മൂന്നാമതായി പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ഒരു അടിപൊളി കനേഡിയൻ ചിത്രത്തിനെയാണ്. 1984 റിലീസായ പ്രൈവറ്റ് പാഷൻസ് എന്ന ചിത്രമാണത്. സൂസന്ന ആഷ്ലി കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ഈ ചിത്രത്തിൽ നിരവധി കിടുരംഗങ്ങളുണ്ട്. മാർക്കെന്ന് പേരുള്ള ഒരു കൗമാരക്കാരൻ തൻ്റെ കസിൻ ടോണോനെ കാണുവാൻ വേണ്ടി യൂറോപ്പിലേക്ക് പോകുന്നു. അവിടെ വെച്ച് ടോണോയുടെ സ്റ്റെപ്പ് സിസ്റ്ററായ ക്ലേറിയെ അവൻ പരിചയപ്പെടുന്നു. ക്ലേറിയെ ഒറ്റനോട്ടത്തിൽ തന്നെ അവന് വളരെയധികം ഇഷ്ടമാകുന്നു. അവൻ പല പരിപാടികളും കാണിച്ച് ക്ലേറിയെ വീഴ്ത്തുവാൻ ശ്രമിക്കുന്നു. പക്ഷേ എത്രയൊക്കെ കാണിച്ചിട്ടും ക്ലേറി വീഴുന്നില്ല. അവനെ ക്ലേറി പൂർണ്ണമായും നിരസിക്കുന്നു. അങ്ങനെ ഹൃദയം തകർന്നിരിക്കുന്ന മാർക്കിൻ്റെ അടുക്കലോട്ട് സ്നേഹസ്പർശവുമായി ക്ലേറിയുടെ അമ്മയായ കാത്രീൻ കടന്നു വരുന്നു. പിന്നീട് അവർ തമ്മിൽ നടക്കുന്ന ചില മാസ്മരിക പരിപാടികളാണ് ഈ ചിത്രത്തിൻ്റെ ഇതിവൃത്തം. പ്രേക്ഷകരെ ആവേശഭരിതരാക്കുന്ന നിരവധി രംഗങ്ങൾ അവർ രണ്ടുപേരും കൂടി ഈ ചിത്രത്തിൽ കാഴ്ചവെക്കുന്നുണ്ട്. സൂസന്നയുടെ മാത്രമല്ല, ഉൾറിക്കി ബിബോയിഡ്, സിബിൾ ഡാനിങ് എന്നിവരുടെയും ചില മാസ്മരിക രംഗങ്ങൾ ഈ ചിത്രത്തിലുടനീളമുണ്ട്. അതൊക്കെ കൊണ്ടാണ് പ്രേക്ഷകരെ ആവേശഭരിതരാക്കുന്ന നിരവധി രംഗങ്ങൾ ഈ ചിത്രത്തിൽ ഉൾപ്പെടുത്തുന്നത്. ബാത്റൂമിൽ വെച്ച് നടക്കുന്ന ചില പരിപാടികളാണ് ഈ ചിത്രത്തിൻ്റെ മെയിൻ ഹൈലൈറ്റ്. റൊമാൻറ്റിക് കാറ്റഗറിയിൽ പെടുന്ന ഒരു ചിത്രമാണിത്. അതുകൊണ്ട് തന്നെ ഒരു കുടുംബത്തിൽ നടക്കുന്ന നിരവധി പരിപാടികൾ കാണുവാനായി നിങ്ങൾ ഈ ചിത്രം തീർച്ചയായും കാണുക. ഈ ചിത്രത്തിലെ നിരവധി പരിപാടികൾ കാരണം ഈ ചിത്രവും നിങ്ങളുടെ ഫേവറേറ്റ് ലിസ്റ്റിലോട്ട് പോകുമെന്ന് തീർച്ച. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ സിനിമകൾ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് പ്രചോദനമാകുന്നത്. നിങ്ങളെ നാലാമത്തെ പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ഒരു അടിപൊളി UK ചിത്രത്തിനെയാണ്. 1998 പുറത്തിറങ്ങിയ ഐ വാണ്ട് യു എന്ന ചിത്രമാണിത്. റേച്ചൽ വെഡ്സ് കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ഈ ചിത്രത്തിൽ നിരവധി കിടു രംഗങ്ങളുണ്ട്. റേച്ചൽ വെഡ്സിനെ ഇതിനോടകം തന്നെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ദ മമ്മി റിട്ടേൺസ് എന്നീ 2 ചിത്രങ്ങളിലൂടെ പ്രേക്ഷക ശ്രദ്ധ ആർജിച്ച നടിയാണവൾ. ആ ചിത്രങ്ങൾ കണ്ടവർക്കറിയാം. ആ സമയം മിക്കവരുടെയും ക്രഷായി മാറിയിരുന്നു അവൾ. അവളുടെ ഒരു അടാറ് പടമാണ് ഈ ചിത്രം.
അവളെ പൂർണ്ണമായും തന്നെ ഈ ചിത്രത്തിൽ കാണിക്കുന്നുണ്ട്. റേച്ചൽ വീഡ്സിൻ്റെ മറ്റ് ചില ചിത്രങ്ങൾ കൂടി ഞാനിവിടെ പറഞ്ഞു പോകാം. താല്പര്യമുള്ളവർ അതും കൂടെ ഒന്ന് കാണൂ. 2021 പുറത്തിറങ്ങിയ ഡെഡ് റിംഗേഴ്സ്, 2018 പുറത്തിറങ്ങിയ ദ ഫേവറേറ്റ്, 2018 പുറത്തിറങ്ങിയ ദ ഡിസോബീഡിയൻസ് എന്നിവയാണ് മറ്റു ചില കിടുപടങ്ങൾ. ഇനിയുമുണ്ട് കുറേ പടങ്ങൾ. ആ പടത്തിൻ്റെ ലിസ്റ്റ് വേണ്ടവർ താഴെ കമൻറ്റ് ചെയ്യൂ. അതിനു വേണ്ടി തന്നെ മാത്രമായി ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. നമുക്കെന്നാൽ ഐ വാണ്ട് യു എന്ന ചിത്രത്തിലേക്ക് കടക്കാം. ഹെലൻ എന്നൊരു കഥാപാത്രത്തിനെയാണ് റേച്ചൽ വീഡ്സ് അവതരിപ്പിക്കുന്നത്. ഈ ചിത്രത്തിൽ റേച്ചൽ വീഡ്സിൻ്റെ മാത്രമല്ല, ലബീന മിറ്റേവസ്ക, ഡി മെൻഡ എന്നിവരുടെയും ചില മാസ്മരിക പ്രകടനങ്ങൾ തന്നെ ഈ ചിത്രത്തിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരുടെയും തന്നെ പൂർണ്ണ പ്രദർശനം ഈ ചിത്രത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചിത്രം ആരും മിസ് ചെയ്യാതെ തന്നെ കാണൂ. നഗരത്തിലെ ഒരു മുടിവെട്ടുകാരിയായിരുന്നു ഹെലൻ. അവൾക്ക് ഒരു കാമുകനുണ്ടായിരുന്നു, ബോബ്. അവനൊരു റേഡിയോ DJ ആയിരുന്നു. ഒരു പ്രശ്നവുമില്ലാതെ നല്ല രീതിയിൽ നല്ല പരിപാടികളുമായി അവർ രണ്ടുപേരും കഴിഞ്ഞു പോവുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ അവരുടെ ജീവിതത്തിലോട്ട് മാർട്ടിൻ എന്ന പേരുള്ള ഒരാൾ കടന്നു വരുന്നു. അതിനുശേഷം അവരുടെ ജീവിതത്തിലുണ്ടാവുന്ന ചില സംഭവവികാസങ്ങളാണ് ഈ ചിത്രത്തിൻ്റെ ഇതിവൃത്തം. കഥയ്ക്കും വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു ചിത്രമാണിത്. ഒരു ക്രൈം കാറ്റഗറിയിൽ കൂടെ പെടുന്ന ഒരു ചിത്രമാണിത്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെ ത്രസിപ്പിക്കുന്ന മറ്റു ചില രംഗങ്ങളും അവർ ഈ ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റേച്ചൽ വീഡ്സിൻ്റെ പൂർണ്ണ പ്രദർശനവും ചില മാസ്മരിക പ്രകടനങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾ ഈ ചിത്രം ഒരിക്കലും മിസ് ചെയ്യരുത്. റേച്ചൽ വീഡ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ചിത്രം മിക്കവരുടെയും ഫേവറേറ്റ് ലിസ്റ്റിലോട്ട് പോകുമെന്ന് തീർച്ച. ഇത്തരം കിടുപ്പടങ്ങളെപ്പറ്റി കൂടുതൽ ദൃശ്യാത്മകമായ വർണ്ണനകളും ഏതൊക്കെ സീനുകളാണ് മിസ് ചെയ്യാതെ കാണേണ്ടതെന്നും കൂടുതൽ വിശദീകരിച്ച് ഞങ്ങളുടെ 2ാമത്തെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ സിനിമകളെ പരിചയപ്പെടുവാനും നടിമാർ എന്തൊക്കെ മാസ്മരിക പ്രകടനങ്ങളാണ് ചിത്രത്തിൽ കാഴ്ചവെച്ചതെന്നും നന്നായി വിശദീകരിച്ച് അറിയാൻ വേണ്ടി ഞങ്ങളുടെ ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യൂ. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. പ്രേക്ഷകർ ഒരിക്കലും വിസ്മരിക്കാത്ത ദൃശ്യവിരുന്ന് ആ ചാനലിലൂടെ ലഭിക്കുമെന്ന് തീർച്ച. അതുകൊണ്ട് മറക്കാതെ ആ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളെ 5ാമതെ പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ഒരു അടിപൊളി ഫ്രഞ്ച് ചിത്രത്തിനെയാണ്. 1996 റിലീസായ ദ സ്റ്റീലിംഗ് മൂട്ടി എന്ന ചിത്രമാണത്. ലിവ് ടൈലർ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ഈ ചിത്രത്തിൽ നിരവധി കിടുരംഗങ്ങളുണ്ട്. ഈ ചിത്രത്തിൽ ഒരാളുടെ മാത്രമല്ല നിരവധി പേരുടെ ഉണ്ടെങ്കിലും എടുത്തു പറയേണ്ടത് റേച്ചൽ വീഡ്സിനെയാണ്. അതെ, ഈ ചിത്രത്തിലും റേച്ചൽ വീഡ്സിൻ്റെ ചില മാസ്മരിക പ്രകടനങ്ങൾ അടങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു സൂപ്പർ പൊളി പടമാണ്. മറ്റു ചിലരെ കൂടെ ഒന്ന് നമുക്ക് ചെറുതായി പരിചയപ്പെടാം. സിനീഡ് കുസക്, സ്റ്റെഫീന സാൻഡ്രലി എന്നിവരാണ് അടുത്ത 2 സുന്ദരികൾ. ഇവരുടെ എല്ലാവരുടെയും പൂർണ്ണ പ്രദർശനം ഈ ചിത്രത്തിലുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ചിത്രത്തിനെ ഒരു സൂപ്പർ പടമെന്ന് വിശേഷിപ്പിച്ചത്. ലൂസി എന്ന കഥാപാത്രത്തിനെയാണ് ലിവ് ടൈലർ അവതരിപ്പിക്കുന്നത്. അതിസുന്ദരിയാണ് ലൂസി. അത് നിങ്ങൾക്ക് ഈ ചിത്രം കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അവൾ അവളുടെ ഇതുവരെ കാണാത്ത അച്ഛനെ തേടി ഇറ്റലിയിലേക്ക് പോകുമ്പോൾ അവൾ നേരിടുന്ന ചില സംഭവവികാസങ്ങളാണ് ഈ ചിത്രത്തിൽ പറയുന്നത്. പ്രേക്ഷകരെ ആവേശഭരിതരാക്കുന്ന നിരവധി രംഗങ്ങൾ ഈ ചിത്രത്തിൽ ഉൾപ്പെടുന്നുണ്ട്. അതിൽ എടുത്തു പറയേണ്ടത് ഒരു പടം വര സീനാണ്. അതിസുന്ദരിയാണ് ലൂസി. അത് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ. അവളുടെ ചില മാസ്മരിക രംഗങ്ങൾ തന്നെ ഈ സീനിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല, റേച്ചൽ വീഡ്സിൻ്റെ കിടന്നുകൊണ്ടുള്ള ഒരു അഡാറ് സീനും ഈ ചിത്രത്തിൽ അവർ ചേർത്തിട്ടുണ്ട്. ഒരു മിസ്റ്ററി കാറ്റഗറിയിൽ പെടുന്ന ഒരു ചിത്രമാണിത്. മാത്രമല്ല ഈ ചിത്രം R-rated ആണ്. ഈ ചിത്രത്തിലെ രംഗങ്ങളെപ്പറ്റി പറയുവാണെങ്കിൽ 5 സ്റ്റാർ റേറ്റിംഗ് തന്നെ ഈ ചിത്രത്തിലെ രംഗങ്ങൾക്ക് കൊടുക്കേണ്ടി വരും. അത്രയും മാരക സീനുകളാണ് ഈ ചിത്രത്തിൽ അവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്.
അതൊക്കെ കൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഈ ചിത്രം ഒരിക്കലും മിസ് ചെയ്യരുത്. ലൂസിയുടെ സൗന്ദര്യം കൊണ്ട് തന്നെ ഈ ചിത്രം നിങ്ങളുടെ ഫേവറേറ്റ് കളക്ഷനിലോട്ട് പോകുമെന്ന് തീർച്ച. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ സിനിമകൾ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് പ്രചോദനമാകുന്നത്. ഇനി ഞാൻ അവസാനം പറഞ്ഞ ജാക്ക്പോട്ടിൻ്റെ കാര്യം പറയാം. ആർക്കെങ്കിലും ഈ സിനിമകൾ കാണുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ വെറുതെ തപ്പി നടന്ന സമയം കളയണ്ട. ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ചെക്ക് ചെയ്യൂ. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരും വരെ ബൈ ബൈ.